ഇന്ന് പതിവില്ലാതെ പുറത്ത് നല്ല മഴയായിരുന്നു. ഞാനാണെങ്കിൽ ഒരാഴ്ചയായിട്ട് റെക്കോർഡിങ് ഷൂട്ടൊക്കെ ആയിട്ട് അലച്ചിൽ കാരണം സ്കിൻ കെയർ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് നേച്ചേഴ്സ് എസൻസിന്റെ ഗ്ലോയിങ് ഗോൾഡ് ഫേഷ്യൽ കിറ്റിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് ഉപയോഗിച്ചവർക്കറിയാം 5 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിനു മുമ്പ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഹിമാലയ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു ഫേഷ്യൽ കിറ്റില് 2 പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് സ്ക്രബ് ആണ്. ഫേസിലും നെക്കിലും നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻഡ് മസാജ് ജെന്റ്ലി ഇൻ അപ്വേർഡ് സ്ട്രോക്സ് ഫോർ 3 minutes. എങ്കിലും ഞാൻ ചില സമയത്ത് 5 മിനിറ്റ് വെക്കാറുണ്ട്. കാരണം പാക്ക് നല്ല പോലെ ഡ്രൈ ആയതിനു ശേഷം ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഗോൾഡ് ജെൽ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതും നേരത്തെ പോലെ തന്നെ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആഫ്റ്റർ 5 minutes വാഷ് ചെയ്ത് കളയാം. സോ തേർഡ് സ്റ്റെപ്പിൽ മസാജ് ക്രീം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫേസിലും നെക്കിലും തന്നെ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ 5 minutes വാഷ് ചെയ്ത് കളയാം. എന്നെ സംബന്ധിച്ച് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാന്നുള്ളത്. കുറെ സമയം അവിടെ കളയാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് സമയം എടുത്ത് ചെയ്യാലോ. അപ്പൊ ഞാൻ അവിടെ 4ാമത്തെ സ്റ്റെപ്പ് ചെയ്തു. 4th വൺ വന്നത് ഗ്ലോ പാക്ക് ആയിരുന്നു. അതും നേരത്തെ പോലെ തന്നെ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് 5th പാക്കും അപ്ലൈ ചെയ്തു. പോളിഷിംഗ് ക്രീം ആയിരുന്നു. നേരത്തെ പോലെ തന്നെ ചെയ്യാട്ടോ. എനിക്ക് എന്തായാലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്റെ ഫേസിൽ നല്ലപോലെ ടാൻ അടിച്ചായിരുന്നു. അതും മാറിയ പോലെ തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.